സോ ഹലോ മച്ചന്മാരെ, അപ്പോൾ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കാത്തിരിപ്പിനല്ല ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേസ്. സോ കേസ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ അത് നമ്മുടെ റോബ്ലോക്സിൻ്റെ വീഡിയോയ്ക്ക് ഏതാണ്ട് കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ട് കേസ്. സോ അതൊന്നും കുഴപ്പമില്ല. സോ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന കാട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ ഒരു 1v1 vs 1 ആണ്. സോ പിന്നെ എന്താ നമ്മൾ ഫ്രീ ഫയറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇതിന് ഫ്രീ ഫയറിനെ വീഡിയോ ഇഷ്ടപ്പെടാം. അതായത് നിങ്ങൾക്ക് റോബ്ലോക്സിൻ്റെ വീഡിയോ കൂടുതൽ ഇഷ്ടമെങ്കിൽ ഞാൻ റോബ്ലോക്സിൻ്റെ വീഡിയോ ഇടാം കേസ്. പിന്നെ ഞാനാണ് കേസ് എന്തിനാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിലാണ് കേസ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കൂടെയാണ് കേസ് ഭയങ്കര എന്താ വോയിസിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. കേസ് അവനെ നമ്മൾ വണ്ടാ പഠിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. ഇതെന്താണ് വണ്ടാ പഠിക്കാൻ പറ്റത്തേ? ഞാൻ വിചാരിച്ചു അവൻ്റെ കിളി പോയിരുന്നു. പക്ഷേ കിളിയും ഒന്നും പോയിട്ടില്ല. സോ അവനെന്തായാലും അവിടെ ഗ്ലൂവിൻ്റെ മാക്കി ചെന്നിരിക്കുവാണ്. സോ നമുക്ക് ചാർജ് ഉണ്ട് ഡെസേർട്ടും കൂടെ ഒരു വണ്ടാപ്പ് എടുത്താലോ. ഡെസേർട്ടില്ല ബൂട്ട്പക്കർ വണ്ടാപ്പ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. സോ അവൻ്റെ അവിടെ തന്നെ കൊണ്ട് നമുക്ക് എന്താ പറയുക ഒരു വണ്ടാപ്പ് അങ്ങനെ കൊടുത്തിട്ടൊരു കൊടിയും കുത്തിയേക്കാം. എന്താണ് ഏതാ നമ്മൾ കിടന്നിട്ട് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു കൊടിയും കുത്തിയിട്ടുണ്ട്. നമ്മൾ കിടന്നിട്ട് അടിച്ച് കിടന്നിട്ട് നമ്മൾ അവൻ്റെ തല അങ്ങ് പൊളിച്ചു വിട്ടിട്ടുണ്ട്. ഏതാലേ ഇവൻ്റെ കിളി വേണമെന്നാണ് ഈ തോന്നുന്നത്. ഇല്ല ഇവ കളിക്കണ്ടോ പക്ഷേ നടത്തോ കാണുമ്പോൾ അല്ല കുറച്ച് കയറി വരാനൊക്കെ ലേറ്റ് ആവുന്നത്. അത് നമ്മളാണ് ഞാൻ ചെയ്യുന്നത്. അവന് നമ്മളെപ്പോലെ കിടന്നടിക്കാൻ നോക്കണതാണ്. ബട്ട് ഗൈസ് ടെൻസ് ഈസ് ഓൾവേസ് ടെൻസ് ഓവർ നീ നോക്കണ്ട പോലെ നടക്കില്ല. കയറുന്നില്ല ബാക്ക് വാട്സ് എടുക്കാൻ കയറത്തില്ല. എന്താണ് നേരത്തെ എല്ലാം അടിക്കാനെല്ലാം മൺടാപ്പായിരുന്നു, പക്ഷേ ഇപ്പോഴും മൺടാപ്പൊക്കെ തന്നെയാണ് കേസ്. നമ്മുടെ കിളി പോയോ? ഇല്ല, നമ്മളെന്തെങ്കിലും ഒരു വണ്ടാപ്പ് കൊടുത്തിട്ടുണ്ട് കേസ്. അപ്പോഴത്തേക്കും അവൻ കളിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് കേസ്. വേറെ നൂറ് പരിപാടിയാണ് കേസ്. കളി നോക്കാറാകുമ്പോഴത്തേക്കും കളി ഇറങ്ങിപ്പോയി. സോ നമുക്കിനി എന്തെങ്കിലും റൂഫ് കളിക്കാം. എന്താ പറയുക റൂഫ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം കേസ്. പിന്നെ പുതിയ അപ്ഡേറ്റ് ഒന്ന് എക്ലിപ്സിൻ്റെ ഇവൻറ്റിൻ്റെ എന്താ ലോബി കൊള്ളാല്ലേ, നൈസാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേസ്. ലോബി ഞാനിവിടെ വുഡ്പക്കറും ഡെസേർട്ടാണ് എടുത്താണ്. നേരത്തെ പോലെ തന്നെ വുഡ്പക്കറും ഡെസേർട്ടാണ് ഞാൻ എടുത്താണ്. മോനെ നമ്മളവിടെ ഒരു കോട്ടി ഞാൻ കുത്തിയിട്ടുണ്ട് കേസ്. പിന്നെ ഞാൻ എന്താ പറയുക ഏതാ സോനോടെ കൊണ്ട് വണ്ടപ്പടി ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഡെസേർട്ട് എടുത്തിട്ടുണ്ട്. ഏതായാലും ഡെസേർട്ട് എടുത്ത് നമ്മളൊരു വണ്ടാപ്പ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് റൗണ്ട് എൻ്റെ ഞാൻ ഒരു വണ്ടാപ്പ് കൊടുക്കാൻ നോക്കി പറ്റിയില്ല. ഞാനിങ്ങനെ അടിക്കുമ്പോൾ ഓരോരോ ഗ്ലൂ വാളിടും കേസ്. സോ ഞാൻ ക്രാഫ്റ്റ് ലാൻഡൊക്കെ കളിച്ചിട്ട് ഞാൻ ക്രാഫ്റ്റ് ലാൻഡ് റൂമൊക്കെ കളിച്ചിട്ട് ഞാൻ എപ്പോഴും അങ്ങനെയാണ് കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ലക്സിബിനെ കാണുന്നില്ലല്ലോ കേസ്. ബേസിബൻ മറ്റേ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേസ്. ഉള്ള ഗോവാളും തീർന്നു, ഗോവാള് ഫുള്ളും തീർന്നു പണ്ടാരം. ഇത് വുഡ്പക്കരം വെച്ച് കുത്തിപ്പിടിക്കുവാണ് കേസ്. എന്നാ ചെയ്യാം, വുഡ്പക്കരം വെച്ച് കുത്തിപ്പിടിക്കും. അവൻ്റെ കുത്തിപ്പിടിച്ച് നമ്മളെ കൊന്നിട്ടുണ്ട് കേസ്. അവൻ്റെ എബോയാണ് കേസ് വുഡ്പക്കർ. അതുകൊണ്ടാണ് നമ്മുടെ മണ്ടയിൽ ലൈറ്റ് കണ്ടത്. സോ ഇത്തവണ അവൻ ഏതെടുക്കും? ഈ സമയം MA2B എടുത്താണ്.
സോ MA2B കൊണ്ട് നമുക്ക് അവനെ അടിച്ചിടാൻ പറ്റുന്നു. ഗൈസ് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അവൻ്റെ ലെഗ് സ്പോട്ട് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം. ഓക്കെ ഗൈസ്, അതെ അവനവിടെ ഇപ്പോൾ നമുക്ക് ഒരെണ്ണം കൊടുത്തേക്കാം. കൊടുത്ത് 110 കൊടുത്തിട്ടുണ്ട്. ഗൈസ് അതെ അവനവിടെ ജസ്റ്റ് മിസ്. ഞാൻ വെച്ചിട്ട് തലയാണ് അവൻ ഇടിച്ചില്ല. അവൻ ഗൈസ് അവനെ അടിച്ച് വന്നിട്ടുണ്ട്. സോ ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത റൗണ്ട് MA2B വെച്ചിട്ട് ഈ റൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. ഇത്തവണ നമുക്ക് അവൻ അവിടെ കാണാൻ പറ്റുന്നത്. അവൻ നമ്മളെ ഇടിച്ച് കേസ്. അങ്ങനെ കുഴപ്പമില്ല, നമ്മുടെ ലിയോണുള്ളതുകൊണ്ട് തന്നെ കയറിക്കോളും. ഇവിടെ അവൻ്റെ തലയല്ലേ കേസ്, അത് അവൻ്റെ തലയിലാണ് കേസ് കൊണ്ടേ, പക്ഷേ തല കയറി തലയിൽ എന്താ പാർട്ട് നമ്പറൊന്നും കയറിയില്ല കേസ്. നമ്മളെന്തായാലും UMP എടുത്തിട്ടുണ്ട്. UMP വെച്ചൊരു ഫുൾ റെഡ് കുത്തി പിടിച്ച് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു യെല്ലോ നമ്പറും ബാക്കി ഫുൾ റെഡ് നമ്പറോട് നമ്മൾ കളി തന്നെ എടുത്തിട്ടുണ്ട്. അവിടെ ഇങ്ങോട്ട് ഇടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഓക്കെ ഗൈസ്, അടുത്ത റൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റും നോക്കാം. അവൻ അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഞാൻ അവനെ കണ്ടു ഗൈസ്. നമുക്കൊരു മറ്റേ ഫ്രീസ് അങ്ങോട്ട് വാരി അറിയാനുള്ള സാധനം അവിടെ കൊണ്ട് അവരെ വന്ന് നമ്മൾ വീണ്ടും റെഡ് നമ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും കളി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് റൗണ്ട് അവൻ ഏത് മുന്നെടുക്കും നോക്കാം ഗൈസ്. അവനെ എടുത്താക്കണ ഗണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്ടറാണ് ഗൈസ്. മാക്ടറിൻ്റെ കയ്യിൽ ഒരു കിഡിലെ പോലത്തെ സ്കിന്നുണ്ട് ഗൈസ്. അത് നിങ്ങളുടെ കയ്യിൽ ആരുടെയും ഇങ്ങനെ ഉണ്ടോയെന്ന് പറയണം ഗൈസ്. ഇതാണ് ആ സ്കിൻ ഗൈസ്. കിഡിലെ സാധനമല്ലേ, പക്ഷേ ഇത് പെർമനൻ്റ് അല്ല, ഇത് ടെമ്പററിയാണ്. അവനോട് നമ്മൾ അടിക്കാൻ നോക്കി ഗൈസ്, പക്ഷേ നമ്മളെ അവൻ അടിക്കത്തില്ലെന്ന്. നമ്മളെല്ലാം ഡാം ഓടിച്ചിട്ടുണ്ട്. പിന്നെ അവന് നമ്മളെ കുത്തി പിടിച്ച് നമ്മൾ ആ കളി കൊണ്ട് നമ്മൾ 3 ദിവസം അടിച്ചിട്ടുണ്ട്. എനിക്ക് എക്ലിപ്സ് ഇവൻ്റെ ലോബി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. സ്കിഡിലും പോലത്തെ ലോബി അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ ഒന്നുമില്ല, നമ്മുടെ വീഡിയോ എത്തുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കല്. സോ അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ഗുഡ് ബൈ.